ഒരു വെറൈറ്റി പഴംപൊരിയുടെ റെസിപ്പി കേട്ടോ. ഇതങ്ങനെ 2 നേന്ത്രപ്പഴം തോല് കളഞ്ഞു. അതിൽ ചേർക്കേണ്ടത് കടലമാവ്, 2 സ്പൂൺ കട്ടത്തൈര്, വലിയ പുളിയില്ലാത്തത്, ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് എള്ള്, ഒരു പിഞ്ച് കായം, ഉപ്പ്. ഇത് മിക്സ് ചെയ്തിട്ട് പഴം നമുക്ക് അതിൽ മുക്കിയിട്ട് ഫ്രയറിൽ ഒന്ന് പഴംപൊരി ഉണ്ടാക്കാം. കാണിക്കാം കേട്ടോ. അപ്പം ഞാനേ ഈ ഫ്രയറിൽ അത് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ആ ബാറ്ററൊക്കെ ഇട്ട പഴം ഇങ്ങനെ നിരത്തി വെച്ചു. ഇനി ഇതിരിക്കുക അങ്ങനെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഞാൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊന്നിങ്ങനെ കുറച്ച് നെയ്മയം പുരട്ടി ആ ട്രെയിൽ, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓയിൽ അധികം ഇല്ലാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. ഓയിലിൽ മുക്കി പൊരിക്കാം, പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഞാൻ അതിൽ വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ സംഗതി സക്സസ് ആയി കേട്ടോ. ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രയറിൽ വെച്ച് പറഞ്ഞില്ലേ, ഒക്കെ ഓൾറെഡി ആയി. ഇതാണ്ടോ, പെട്ടെന്ന് തന്നെ തൊടാൻ പാടില്ല. കണ്ടോ നേരെ. പക്ഷേ എന്തായാലും എണ്ണയിൽ മുക്കി പൊരിക്കണ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കാം എന്നുള്ളതിന് മാത്രം. ഞാൻ കൂടെ 2 എഗ്ഗും പുഴുങ്ങാൻ വെച്ചു കേട്ടോ. പക്ഷെ അതും നേരെയായി. എഗ്ഗും ആകെ 5 മിനിറ്റാണ് ഞാൻ വെച്ചത്. അത് പിന്നെ 180ലാണ് വെച്ചത്. 200 വെച്ചാൽ 5 മിനിറ്റ് മതി. ഞാൻ 180ലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ 2 മിനിറ്റ്. അപ്പോൾ പഴംപൊരി റെഡിയായി. എഗ്ഗും പുഴുങ്ങാൻ പറ്റിയിട്ടോ, നേരെയായി. 7 മിനിറ്റ് കൊണ്ട് രണ്ടും റെഡിയായി. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി. ഈ പഴംപൊരിയിൽ ഞാൻ ആ എള്ളും കരുവേപ്പിലയും ഒക്കെ ചേർത്തോണ്ടേ, പിന്നെ എണ്ണയില്ല. ഇപ്പോൾ ഷുഗറുള്ളവർക്കും കഴിക്കാൻ പറ്റും. കാരണം പഴത്തിൻ്റെ ആ മധുരവും തൈരിൻ്റെ പുളി, ദെൻ മുളക് പൊടി, കായം, അതൊക്കെ ചേർത്തുകൊണ്ട് വലിയ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് കഴിക്കാം. പിന്നെ എണ്ണയിൽ മുക്കി പൊരിച്ച, പക്ഷേ എണ്ണയിൽ മുക്കി പൊരിച്ച തന്നെയാണ് കേട്ടോ ടേസ്റ്റൊക്കെ കൂടുതൽ. നല്ല ടേസ്റ്റ് അത് തന്നെയാണ്. ഇത് നമുക്ക് എണ്ണ അധികം ഉപയോഗിക്കേണ്ട എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാമെന്ന്. സംഗതി വർക്കാണ്. അത് എന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഒരു എഗ്ഗും പുഴുങ്ങി വൈകുന്നേരം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി വേറൊന്നും ആവശ്യമില്ലല്ലോ. ഇത്രയല്ലേ വേണ്ടൂ. അങ്ങനെ ഹെൽത്തി. കുട്ടികൾക്ക് കാണിച്ചാൽ അങ്ങനെ ഒരു കഷ്ണവും ഒരു എഗ്ഗും ഒരു പീസ് പഴവും ഒരു എഗ്ഗും കൊടുത്താൽ ധാരാളമായി. ഇനി എഗ്ഗ് കഴിക്കാത്തവരാച്ചാൽ ഒരു 3 പീസ് പഴം കഴിച്ചാൽ തന്നെ അതിൽ കടലമാവുണ്ട്, ദെൻ പഴമുണ്ട്, പിന്നെ എള്ളുണ്ട്. അതൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ. ഓക്കേ.